ഹരി ഓം. ദശകം 69, ശ്ലോകം 8. ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നനുർദുരംഗനാഃ നാവിദന്നപി ജനീപികാം കിമപി കുന്തളീമപി ച കഞ്ചുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. പിരിച്ചു നോക്കാം. ഗാനം ഈശ, ഗാനമീശ, വിരതം ക്രമേണ കില വാദ്യമേളനം ഉപാരതം, വാദ്യമേളനമുപാരതം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മ സമ്മത രസ ആകുലാഹ സദസി. ബ്രഹ്മസമ്മതരസാകുലാ സദസി, ബ്രഹ്മസമ്മതരസാകുലാ സദസി, ബ്രഹ്മസമ്മത രസ ആകുലാഹ സദസി കേവലം നനുർദുഹു അംഗനാഹ, നനുർദുഹു അംഗനാഹ, നനുർദുരംഗനാഹ. ബ്രഹ്മസമ്മതരസാകുലാ സദസി കേവലം നനുർദുരംഗനാഹ. ന അഭിതൻ അപി, ന അഭിതൻ അപി, അതാണ് നാഭിതന്നപി. നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നാഭിതന്നപി എന്ന് കേൾക്കും. ന അഭിതൻ അപിയാണത്. ന അഭിതൻ അപി ച നീവികാം കിമപി കുന്തളീം അപി, കുന്തളീമപി ച കഞ്ചുളീം. നാഭിതന്നപി ച നീവികാം കിമപി കുന്തളീമപി ച കഞ്ചുളീം. ജ്യോതിഷാം അപി, ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിം അപരം, കിമപരം ബ്രുവേ. ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ശ്ലോകം 8 അന്വയവും അർത്ഥവും. ഈശ ക്രമേണ ഗാനം വിരതം വാദ്യമേളനം ഉപാരതം കില കേവലം അംഗനാഃ ബ്രഹ്മസമ്മതരസാകുലാഃ സദസി നനുർദുഹു അപി ച നീവികാം കുന്തളീം കഞ്ചുളീമപി ച കിമപി ന അഭിതൻ ജ്യോതിഷാം കദംബകം അപി ദിവി വിളംബിതം അപരം കിം ബ്രുവേ. ഈശ ക്രമേണ ഗാനം വിരതം, അല്ലയോ ഭഗവാനെ, ക്രമേണ ക്രമത്തിൽ പതുക്കെ പതുക്കെ പാട്ട് നിൽക്കുകയും വാദ്യമേളനം ഉപാരതം കില, ആ വാദ്യപ്രയോഗം നിലയ്ക്കുകയും ചെയ്തുവല്ലോ. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ ക്രമത്തിൽ പതുക്കെ പതുക്കെ ആ പാട്ടൊക്കെ നിന്നു, പിന്നെ ആ വാദ്യപ്രയോഗം നിലയ്ക്കുകയും ചെയ്തുവല്ലോ. കേവലം അംഗനാഹ ബ്രഹ്മസമ്മതരസാകുലാഹ. എന്നിട്ട് ആ പാട്ടും കൊട്ടുമൊന്നും ഇല്ലാതെ ഈ ഗോപികമാർ ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് പരവശമാരായിട്ട്, കേവലം അംഗനാഹ ബ്രഹ്മസമ്മതരസാകുലാഹ, ഈ പാട്ടും കൊട്ടുമൊന്നും ഇല്ലാതെ ഈ ഗോപികമാർ ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് പരവശമാരായിട്ട് സദസ്സി നനുർദുഹു, സദസ്സിലങ്ങനെ നൃത്തം വെച്ചു. അവരൊന്നിനെക്കുറിച്ചും അറിയുന്നേയില്ല, അവരങ്ങനെ ലയിച്ച് നൃത്തം ചെയ്യുകയാണ്. അപിച നീവികാം കുന്തളീം കഞ്ചുളീം അപിച കിമപി ന അഭിതൻ. അപിച എന്നു മാത്രമല്ല, അവരുടുത്തിരിക്കുന്ന പുടവയെക്കുറിച്ചോ ആ വാർമുടിക്കെട്ടിനെക്കുറിച്ചോ ആ ഉത്തരീയത്തിനെക്കുറിച്ചോ ഒന്നും തന്നെ അവരറിയുന്നില്ല. അതൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നിന്നും ഉഴുന്ന് താഴേക്ക് പോയി. അവരാ നൃത്തത്തിൽ മാത്രം, ആ ഭഗവാനോടുള്ള രാസക്രീഡയിൽ മാത്രം ലയിച്ചങ്ങനെ നൃത്തം ചെയ്യുകയാണ്. അവർ ഇതൊന്നും അശേഷവും അറിയുകയുണ്ടായില്ല. അതാണ് അപിച നീവികാം കുന്തളീം കഞ്ചുളീം അപിച കിമപി ന അഭിതൻ. അവരിതൊന്നും
അശേഷവും അറിയുകയുണ്ടായില്ല. ശരീരത്തിൽ നിന്ന് അവരുടെ ആ മുണ്ടഴിഞ്ഞു പോയതോ ഉത്തരീയം അഴിഞ്ഞു പോയതോ ആ വാർമുടിക്കെട്ടഴിഞ്ഞു പോയതോ ഒന്നും തന്നെ അവരറിഞ്ഞിരുന്നില്ല. ജ്യോതിഷാം കദംബകം അഭി ദിവി വിളംബിതം. ആ സമയത്ത് സകല ജ്യോതിർഗോളങ്ങളും ആകാശത്തിൽ അങ്ങനെ തമ്പിട്ട് നിന്നു എന്നാണ് പറയുന്നത്. ഈ രാസക്രീഡ കണ്ടിട്ട് സകല ജ്യോതിർഗോളങ്ങളും ആകാശത്തിൽ അങ്ങനെ തമ്പിട്ട് നിന്നു. അപരം കിംബ്രുവേ, പിന്നെ എന്തു പറയാനാണ്? ഭട്ടതിരിപ്പാട് പറയുന്നു, ക്രമേണ പാട്ട് നിന്നു, വാദ്യമേളങ്ങളും നിന്നു. ആ ഗോപികമാർ ആ ബ്രഹ്മാനന്ദ അനുഭവം കൊണ്ട് പരവശമാരായി. ഈ അന്യ പദാർത്ഥങ്ങളെക്കുറിച്ച്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് ലേശവും അറിവില്ല, ഒന്നും അവരറിയുന്നില്ല. അങ്ങനെ ലയിച്ച് ആ സദസ്സിൽ നൃത്തം മാത്രം ചെയ്തു അത്രേ എന്നാണ് പറയുന്നത്. അല്ലയോ ഭഗവാനെ, ആ വസ്ത്രങ്ങളുടെ ആ കുത്തഴിഞ്ഞതോ ആ കുന്തളങ്ങളുടെ കെട്ടഴിഞ്ഞതോ ഉത്തരീയങ്ങൾ മാറിടങ്ങളിൽ നിന്നും മാറിപ്പോയതോ ഒന്നും തന്നെ ആ ഗോപികമാർ അറിഞ്ഞതേയില്ല. ആ ഗ്രഹനക്ഷത്രാദികൾ പോലും ഈ രാസക്രീഡാ ദർശന പരവശരായിട്ട് ആ സ്വസ്ഥാനങ്ങളിൽ ചലനമറ്റു നിന്നു. അവരാരും ചലിച്ചതേയില്ല, ഗോളങ്ങളൊന്നും തന്നെ. ആ മറ്റെന്തു പറയുവാനാണ്? അപ്പം ഈ രാസക്രീഡാ രസം നിമിത്തം രാത്രി കൂടിയും അവസാനിക്കാതെ നിന്നു. എന്നുവെച്ചാൽ ഈ ജ്യോതിർഗോളങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല. അവരൊന്നും അവരുടെ കറക്കങ്ങളൊക്കെ നിർത്തി നിൽക്കുകയാണ് അവരങ്ങനെ. അപ്പോൾ അതങ്ങനെ രാത്രി പോലും അവസാനിക്കാതെ നിന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ജ്യോതിർഗോളങ്ങൾ പോലും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ ക്രീഡാവിശേഷങ്ങളിൽ ലയിച്ച് പരവശരായെങ്കിൽ പിന്നെ കൂടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപികമാരുടെ കാര്യം പറയുവാനുണ്ടോ? ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നനുർദുരംഗനാഃ നാവിദന്നപി ജനീബികാം കിമപി കുന്തളീമപി ച കഞ്ചുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ.